ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ ഭൂമി വിട്ടുതരില്ലെന്ന് അറബ് രാജ്യങ്ങൾ സംയുക്തമായി ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതെങ്കിലും ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം ഇപ്പോഴാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് ന്യായീകരണം പറഞ്ഞാലും തങ്ങളുടെ ഭൂമിക ഇറാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തിനെ ആക്രമിക്കാൻ വേണ്ടി ഒരു കാരണവശാലും വിട്ടുതരില്ലെന്നും തങ്ങളുടെ ഭൂമികയിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്നും കണിശമായിരിക്കുന്ന നിലപാടോടുകൂടി അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ട്രംപൻ പ്ലിങ് ആയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരവസ്ഥയാണ് അമേരിക്കക്കും സൈന്യക്കും യഥാർത്ഥത്തിൽ ഇപ്പോൾ കാസ്പിയൻ്റെയും പേർഷ്യൻ കടലിടുക്കിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം. അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിന് ഇറാൻ പോലുള്ള രാജ്യത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അങ്ങനെ ഒരുപാട് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് നടക്കുന്നതാണ്. എന്തേ അവരങ്ങനെ പേടിച്ചു പോകുന്നതിൻ്റെ കാര്യം ഇതാണ്. അറേബ്യൻ രാജ്യങ്ങൾ കൈവിടാൻ രണ്ട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. ഒന്ന്, ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിൽ ഈ ബാഗ്ദാദിനെ ആക്രമിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ, അതായത് ബസറ വീണു, പിന്നീട് ബാഗ്ദാദിലേക്ക് അമേരിക്കൻ സൈനികർ നീങ്ങാൻ വേണ്ടി പുറപ്പെട്ട ആ സമയത്ത് അറബ് രാജ്യങ്ങൾ ചില നിർദ്ദേശങ്ങൾ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ജോർജ് ബുഷ് മുൻപാകെ വെച്ചു. നിങ്ങൾ ഈ മേഖല ആക്രമിക്കാൻ പാടില്ല. എത്രയൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കുവൈത്തിന്, ഞങ്ങളത് വകവെച്ച് കൊടുക്കാൻ തയ്യാറാണ്. അതല്ലെങ്കിൽ ഇറാഖിലെ പെട്രോളിയം എടുത്തുകൊണ്ട് വിൽപ്പന നടത്തിയിട്ടും അവർക്കതിന് സാധ്യമാണ്. അതിൻ്റെ സംവിധാന കാര്യത്തിനൊക്കെ ഞങ്ങൾ നിങ്ങളെയും സഹായിക്കും. പക്ഷേ ബാബിലോണിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇറാഖ് എന്ന് പറയുന്ന ഭൂമിക. അത് അറേബ്യൻ സംസ്കാരത്തിൻ്റെയും മാനവ സംസ്കാരത്തിൻ്റെയും മനുഷ്യ സംസ്കാരത്തിൻ്റെയും ഈറ്റില്യമാണ്. അവിടെ നിന്നാണ് മനുഷ്യന് സംസ്കാരമുണ്ടായത്. അത് നമ്മുടെ ഭാഗമാണ്, അത് അറേബ്യൻ ദേശത്തിൻ്റെ ഭാഗമാണ്. അതിന് നിങ്ങൾ വെടിവെക്കുന്ന സമയത്ത് ഞങ്ങളുടെ നെഞ്ചിലേക്ക് വെടിവെക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അവിടെ ആക്രമിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം, പിന്തിരിയണം, യുദ്ധം നിർത്താൻ ആവശ്യമായിരിക്കുന്ന നടപടിയെടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അത് ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു സദ്ദാം ഹുസൈനുമായിട്ടൊക്കെ അറേബ്യൻ രാജ്യങ്ങൾ ചർച്ച നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ പറയപ്പെട്ടത് എന്ന് പറയുന്നു. അങ്ങനെ റിപ്പോർട്ടൊക്കെ അന്ന് കണ്ടിരുന്നു. പക്ഷേ ബുഷ് അത് അനുവദിച്ചിട്ടില്ല. ബുഷ് പിന്നെ അതിന് ശേഷം കടന്നത് ബാഗ്ദാദ് കീഴടക്കുന്നു, സദ്ദാം ഹുസൈനെ പിടികൂടുന്നു. നമുക്കറിയാം ആ കാര്യങ്ങളൊക്കെ അതിന് തുടർച്ചയായിട്ട് നടന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം. ഇത് അറേബ്യൻ രാജ്യങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ മാനസിക പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. തങ്ങളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു പ്രയാസഘട്ടത്തിലും സാമൂഹ്യവും സാംസ്കാരികവും മതപരമായ രീതിയിലുള്ള ഒരു വിഷയമാണ് ബുഷിന് മുമ്പിൽ സമർപ്പിച്ചത്. അത് അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് പ്രതിസന്ധി ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കില്ല എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് അതിനെ വിലയിരുത്തുന്നു. രണ്ടാമത്തെ ഘട്ടം ഈ കഴിഞ്ഞ മാസം ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ളതാണ്. ഖത്തറിനെ ആക്രമിക്കുന്ന സമയത്ത് അത് അമേരിക്കക്ക് അറിയില്ല എന്നാണ്. തീർച്ചയായിട്ടും അറിയാം. അമേരിക്കൻ്റെ എല്ലാ സൈനിക സംവിധാനങ്ങളും അവിടെ ഉണ്ട്. ഉദയദ എയർപോർട്ട് എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ എയർബേസ് എന്ന് പറയുന്ന സമയത്ത് ഒരു 25-30 കിലോമീറ്റർ ചുറ്റളവാണ്. ചില റിപ്പോർട്ടിനകത്ത് 100 കിലോമീറ്റർ എന്നും പറയുന്നുണ്ട്. കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അത്രയും വലിയ ചുറ്റളവിൽ ഈ മേഖലയിൽ ഏറ്റവും വലിയ സൈനിക എയർബേസ് ഉള്ള ഒരു രാജ്യത്തിൻ്റെ അകത്ത് ഇസ്രായേൽ രാജ്യം കയറിക്കൊണ്ട് ആക്രമണം നടത്തുന്ന സമയത്ത് ഇവരിത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനിരിക്കുകയാണ് എന്നൊരു ചോദ്യം അവിടെ ബാക്കി വരില്ലേ. അപ്പോൾ അവർക്ക് അറിയാമായിരുന്നു, അവർ സമ്മതിച്ചിരുന്നു. ഒരു പക്ഷേ ഖത്തറിലുള്ള ഉദയദ എയർപോർട്ടിൽ നിന്ന് എയർബേസിൽ തന്നെ ആയിരിക്കണം ഖത്തറിനെ ആക്രമിച്ചത്. അങ്ങനെ പോലും വിലയിരുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ സംരക്ഷണവും അല്ലെങ്കിൽ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഉണ്ടാവില്ലെന്ന് ഈ രണ്ട് അനുഭവത്തിൽ നിന്നും അറബ് രാജ്യങ്ങൾ പഠിച്ചതാണ്. ഇറാഖിനേക്കാണ് അവർക്ക് മുറിവേറ്റത് ഖത്തറിൻ്റെ ആക്രമണമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളെല്ലാം ഏറെക്കുറെ അമേരിക്ക എയർബേസ് ഉണ്ട്, സൗദിയും ഒമാനും ഒഴികെ. അപ്പോൾ ഈ എയർബേസ് എന്തിനാണ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ സുരക്ഷാ സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശ ലക്ഷ്യം. അത് കരാർ വ്യവസ്ഥയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ നേരെ തിരിച്ചാണ്. അമേരിക്കയുടെ അറിവോടുകൂടി ആക്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ നല്ലൊരു സ്ഥിതി എന്ന് പറയുന്നത് തങ്ങൾ അമേരിക്കയാൽ സുരക്ഷിതമല്ല എന്നുള്ള കാര്യം അറബ് രാജ്യങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെയുള്ള നിലപാടുകൾ കണിശമായിട്ടും കൃത്യമായ രീതിയിലും അറബ് രാജ്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഇനി പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, പേടിച്ചിരുന്നിട്ടും കാര്യമില്ല, നിലപാടുകൾ പറയണം. അതാണ് അറബ് രാജ്യങ്ങൾ. UAE ആണ് ആദ്യം ആ കാര്യം പറഞ്ഞത്, തങ്ങളുടെ ഭൂമികയിൽ നിന്ന് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അനുവദിക്കുകയില്ല എന്ന്. പിന്നീട് തുടർന്ന് ഓരോ രാജ്യങ്ങളും അത് പറഞ്ഞു. അതോടുകൂടി എളുപ്പത്തിൽ ആക്രമിക്കുക, കീഴടക്കുക, അല്ലെ ഈ ഭരണ സംവിധാനം മാറ്റുക എന്നുള്ളത് അമേരിക്കക്ക് നടക്കാത്തൊരു കാര്യമായിട്ടാണ് നിലനിൽക്കുന്നത്.
ഇവിടെ ചരിത്രപരമായ രീതിയിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് എന്താണ് ഇറാനും മറ്റുള്ള രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാഖ്, ലിബിയ, സുഡാൻ, സിറിയ, ഈജിപ്ത്, വെനിസുല ഇതെല്ലാം ഏതെങ്കിലും തരത്തിൽ അട്ടിമറിയപ്പെട്ടതാണ്. ഇവർക്കൊക്കെ ഇറാഖ് വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ ചെമ്പടക്ക് തുല്യമായിരിക്കുന്ന സൈനിക സംവിധാനമാണ് ഇറാഖിൻ്റെ സദ്ദാം ഹുസൈൻ്റെ പട എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ലിബിയയും ഏറെക്കുറെ അങ്ങനത്തെയാണ്, സൈനികപരമായി വലിയ ശക്തിയുള്ള 33 വർഷമെങ്കിലും ഗദ്ദാഫി ലിബിയ എന്ന് പറയുന്ന രാജ്യം ഭരിച്ചിട്ടുണ്ട്. സുഡാൻ, മുഹമ്മദ് ബഷീറിൻ്റെ രാജ്യം, ഏകദേശം 30 വർഷത്തിലധികം അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. സിറിയ 50 വർഷത്തോളം അദ്ദേഹം ഈ രാജ്യം വിട്ടുപോയ, റഷ്യയിലേക്ക് അഭയം തേടിപ്പോയ അസദും അദ്ദേഹത്തിൻ്റെ പിതാവും 50 വർഷം 55 വർഷം അങ്ങനെ പറയുന്നുണ്ട്. ഈജിപ്ത് 30 വർഷത്തിലധികം ഹുസ്നി മുബാറക്ക് ഭരിച്ച രാജ്യമാണ്. ഇറാഖ് സദ്ദാം ഹുസൈൻ 30 വർഷം അതിൽ കൂടുതലും ഭരിച്ചിട്ടുണ്ട്. വെനിസുലയിൽ ഭരണമാറ്റം ഷാവേസിൻ്റെ ശേഷമാണ് ഇപ്പോഴത്തെ തട്ടിക്കൊണ്ടുപോയ പ്രസിഡന്റ് അവിടെ അധികാരത്തിൽ വരുന്നത്. അവർ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ആ ആശയമായിട്ട് നിലനിന്നുകൊണ്ട് നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ വെനിസുലയിലെ ഷാവേസിന് സാധിക്കാത്ത, ഷാവേസിനെ ഇതേ തരത്തിൽ അപായപ്പെടുത്താൻ പല രീതിയിലും ശ്രമം നടത്തിയിട്ടുണ്ട്. അതൊക്കെ അതിജീവിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. നമ്മൾ ഈ പറയപ്പെട്ട രാജ്യങ്ങളെല്ലാം അമേരിക്കയാൽ അട്ടിമറിയപ്പെട്ടതാണ്. അതിൽ ചില ഭരണാധികാരികൾ തൂക്കിലേറ്റിട്ടുണ്ട്, വെടിവെച്ച് കൊന്നിട്ടുണ്ട്, തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ് കാര്യങ്ങളൊക്കെ. ചിലത് രാജ്യം വിട്ടു പോയിട്ടുണ്ട്, അങ്ങനത്തെ കുറേ വിഷയങ്ങൾ. ഈജിപ്തിൻ്റെ ഹുസ്നി മുബാറക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ രീതിയിൽ അഴിമതി കേസ് ചാർത്തി അദ്ദേഹം മാനസികമായിട്ട് തളർന്നു. സ്ട്രെച്ചറിൽ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വയ്യ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും രാജ്യങ്ങൾ വളരെ എളുപ്പത്തിൽ അമേരിക്ക കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിച്ചത് ഈ ഭരണാധികാരികൾ വന്ന പാളിച്ചകളാണ്. എന്താ ഭരണാധികാരികളിൽ പാളിച്ചകൾ വന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് അമേരിക്കയെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അമേരിക്കയും ഇസ്രായേലിനെയും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ രാജ്യത്തിന് അവരെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ നോക്കുക, ഈയിടെ ഈ ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന 4 രാജ്യങ്ങൾ: ജോർദാൻ, ഈജിപ്ത്, ലെബനാൻ, സിറിയ, ഗസ, 5 രാജ്യങ്ങൾ. ജോർദാനും ഈജിപ്തിലും ഇപ്പോൾ വലിയ വിഷയങ്ങളൊന്നുമില്ല. അതിൻ്റെ കാര്യം എന്താ? അമേരിക്കയുമായിട്ട് സഹകരിച്ച് നിന്നാൽ, അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിന്നാൽ, അവരുടെ താളത്തിനൊത്ത് തുള്ളിയാൽ അവരെ ആക്രമിക്കുക പ്രശ്നമൊന്നുമില്ല. അത് ജോർദാനും അല്ല, ഈജിപ്തിൽ ആ ഭരണം അട്ടിമറിഞ്ഞു ഇപ്പോഴത്തെ സിസി അധികാരത്തിലേറിയത് അമേരിക്കയുടെ കൂടി സപ്പോർട്ടോട് കൂടിയാണ്. അതുകൊണ്ട് ജോർദാനിലും ഈജിപ്തിലും എന്തെങ്കിലും വിഷയമുണ്ടോ? ഇത് രണ്ടും ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ഇനി അവർ എതിർക്കുന്ന രാജ്യം, ഇസ്രായേലിനെ എതിർക്കുന്ന രാജ്യം ലെബനാൻ എതിർക്കുന്നു. അവിടുത്തെ സ്ഥിതികളൊക്കെ വലിയ വിഷയമാണ്, പ്രശ്നങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇസ്രായേലിനെ എതിർക്കുകയാണ്. സിറിയ വേറെ അട്ടിമറിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ഗസ, വെസ്റ്റ് ബാങ്ക്, ഫലസ്തീൻ്റെ ഭാഗങ്ങൾ അവരിപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് കീഴടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇസ്രായേലിന് സാധിക്കാത്തതിൻ്റെ കാര്യം അവിടെയുള്ള ഹമാസ് അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ ഇസ്രായേൽ എന്താണെന്ന് പഠിച്ചു എന്നുള്ളതാണ്. കൃത്യതയോട് കൂടി പഠിച്ച സമയത്ത് അവർക്ക് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ലെബനാനും അങ്ങനെ തന്നെയാണ്. അവർ പഠിച്ചത് കൊണ്ട് അവർക്ക് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഇറാൻ അമേരിക്കയെക്കുറിച്ച് പഠിച്ചു, ഇസ്രായേലിനെക്കുറിച്ച് പഠിച്ചു. അതുകൊണ്ട് അവിടെ കൂളായ രീതിയിൽ ഞങ്ങൾ യുദ്ധത്തിൽ തയ്യാറാണ്, വന്നോളൂ, എന്താ വരാത്തത്, എന്താ വൈകുന്നത് എന്ന് ചോദിക്കാൻ മാത്രം ധൈര്യം ഇറാൻ കിട്ടുന്നത് അവരുടെ ആഭ്യന്തരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തി എന്നുള്ളത് മാത്രമാണ്. പഠിച്ചതിനനുസരിച്ച് അവരുടെ കൈവശത്തിൽ എന്തൊക്കെ ആയുധമുണ്ടോ അത് ആയുധങ്ങളെല്ലാം ഇറാൻ അറിയാം. അതിലെങ്ങനെ പ്രതിരോധം ഉണ്ടാക്കണോ അതിൻ്റെ ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ശത്രുവിൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ നീങ്ങുന്നത്. ഇറാഖിലെ സദ്ദാം ഹുസൈന് അത് മനസ്സിലാക്കുന്നതിൽ അപാകത പറ്റി. അതുകൊണ്ട് തന്നെ സദ്ദാം ഹുസൈന് ആ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അയാളുടെ ജീവൻ പോലും രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അയാൾക്ക് അധികാരം പോയി, സമ്പത്ത് പോയി, അംഗീകാരം പോയി, സ്വാധീനം പോയി, അവസാനം അയാൾക്ക് ജീവനും പോയി. അതെന്തുകൊണ്ടാണ് കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇറാഖും സൗഹൃദ രാജ്യമായിരുന്നു, നയതന്ത്ര ബന്ധമുള്ള രാജ്യമായിരുന്നു. അതേപോലെ തന്നെ ആയിരുന്നു കുവൈറ്റും. എന്നാൽ കുവൈറ്റിനെ തങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് അമേരിക്കയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതും അമേരിക്ക തിരിച്ച് തങ്ങൾ ആക്രമിച്ചാൽ എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്ന് മനസ്സിലാക്കുന്നിടത്തിൽ സദ്ദാം ഹുസൈൻ 100% പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് കുവൈറ്റിനെ ആക്രമിക്കാൻ നിന്നത്, അതുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായത്. അപ്പോൾ മറിച്ച് ഇറാൻ എന്ത് ചെയ്തു? ഇറാൻ ആദ്യം തന്നെ അമേരിക്കയെക്കുറിച്ച് പഠിച്ചു. അവർ ശക്തി എത്ര ഉണ്ട്, അവരുടെ ബലം എത്ര ഉണ്ട്, അവരെങ്ങനെ പ്രതിരോധിക്കാനെന്ന്. അതുകൊണ്ടാണ് വീണ്ടും അവർ പറയുന്നത് ഞങ്ങൾ തയ്യാറാണ് വന്നോളൂ എന്നുള്ളത്. തയ്യാറാണ് വന്നോളൂ എന്ന് പറയുന്ന സമയത്ത് അമേരിക്ക നിന്ന് വിറക്കുന്നത് നമ്മൾ കാണുന്നു. എത്ര ദിവസമായി ആ കടലിൽ തണുപ്പ് കൊണ്ട് സൈനികർ നിൽക്കുന്നു, എന്തേ ആക്രമിക്കാത്തത്?
തങ്ങളുടെ രാജ്യത്തേക്ക് ഒരു വെടിയുണ്ട എങ്കിലും വീണാൽ അത് യുദ്ധമായിട്ട് കണക്കാക്കി ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് നിന്ന് വിറക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ ആക്രമിക്കാൻ ഇത്ര സമയം എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സൗദി അറേബ്യൻ രാജ്യങ്ങളുടെ ബഹിഷ്കരണം. അത് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നോ അറേബ്യയുടെ അതിർത്തി പങ്കിടുന്ന കടലിൻ്റെ അതിർത്തിയിൽ നിന്നോ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ആക്രമിച്ചാൽ ഇവിടെ ബന്ധത്തിന് മുറിപ്പാടുണ്ടാവും. ബന്ധം മുറിയുന്ന സമയത്ത് പുതിയ ബന്ധം ഉണ്ടാവും. അതാണ് റഷ്യയും ചൈനയും അവസരം നോക്കി കാത്തു നിൽക്കുകയാണ്. ഇത് അമേരിക്കയ്ക്ക് വലിയ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ പതുക്കെ പിറകോട്ട് നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അമേരിക്ക ആക്രമിച്ചാൽ എന്താണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്? അമേരിക്കൻ കപ്പലുകൾ, വ്യാപാര കപ്പലുകൾ, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം മൊത്തത്തിലും ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക മേഖലയും തങ്ങൾ ആക്രമിക്കുന്നല്ല, തങ്ങൾ അവർക്ക് പണി കൊടുക്കും എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ അവർ ചെയ്യും മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ഒരു പേടി അവർക്ക് കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, അമേരിക്കയെ കടലിൽ മുക്കും എന്ന റിപ്പോർട്ട് പോലെ ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട്. അത്രയ്ക്ക് ഭയാനകരമായിരിക്കും തങ്ങളുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന ആക്രമണം എന്ന് യഥാർത്ഥത്തിൽ ഇറാൻ പറഞ്ഞു വെക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്കക്ക് അനുഭവിക്കുന്നു. പേടിച്ചിരിക്കുന്നു, വിറച്ചിരിക്കുന്നു. ഈ വില്ലന് മുമ്പിൽ നായകൻ്റെ തോക്ക് പൊട്ടാത്ത വിധം അല്ലെങ്കിൽ തോക്ക് വെടിവെക്കാൻ സാധിക്കാത്ത വിധം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ അമേരിക്ക മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമാണ്, വ്യക്തമാണ്. ഈ യുദ്ധം അതിജീവിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്.